ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പയും ബീഫും വെച്ചിട്ടുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ സാധാ ബിരിയാണി പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിയാണിത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെ മനസ്സും വയറൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കപ്പ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അതിന് ഞാനിവിടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 സവാള നല്ല നൈസാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാളൻ്റെ കളറൊക്കെ മാറി നല്ല പിങ്ക് കളറായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരുമല്ലോ, ആ ഒരു ഇത് വരുന്ന വരെ നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് പൂളക്കിഴങ്ങൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലുള്ള നാര് പോലത്തതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് എടുക്കരുത്, ചതച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ സവാളൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 3 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ 1/4 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണ് ബീഫ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ മസാലയുടെ ഒക്കെ ആ കുത്തുന്ന മണമൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബീഫ് ഈ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചെടുക്കാം. നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുക്കറിൽ ഒരു 6-8 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീഫ് വെന്ത് വന്നപ്പോൾ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി ആ ഉള്ള ബീഫിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ വേവിച്ച പുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബീഫും പൂളയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൂള വേവിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. നല്ല ഉടഞ്ഞ് കിട്ടിയാലാണ് ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൂളയും ബീഫും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ മോനക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ പൂള ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ മോനക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് അവന് നന്നായിട്ട് കഴിച്ചു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. തട്ടുകടയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഞാൻ നെയ്യിൽ തേങ്ങാക്കൊത്തും വേപ്പിലയും കൂടി ഒന്ന് വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച ഉള്ളി കട്ട് ചെയ്തതും മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.